പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തിരയാൻ വന്നത് CPM-ന്റെയും BJP-യുടെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തോളിൽ കൈയിട്ടുകൊണ്ടാണ്. ഇതേവരെ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ 50-ലധികം സീറ്റുകളിൽ RSSന്റെ പിന്തുണ CPM-ന് ഉണ്ടായിരുന്നു എന്ന് RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിന്റെ ചീഫായിരുന്ന ബാലശങ്കർ പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കന്മാരോ BJP നേതാക്കന്മാരോ തള്ളി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കൊടകര കുഴൽപ്പണക്കേസ് നടന്ന സമയം കൂടിയാണ്. കേരളത്തിലെ 11 ജില്ലകളിലായിട്ട് 44 കോടിയിലധികം രൂപ കൊണ്ടുവന്നു എന്ന് കേരള പോലീസ് കണ്ടെത്തിയ ഒരു വിഷയം. ഒരു നടപടി ഉണ്ടായില്ല. ഇവര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിക്കൊണ്ട് പിണറായി വിജയന്റെ പോലീസ് കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും സംസ്ഥാന പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ എടുത്തിട്ടില്ല. കേരള പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പണം കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസസ് നടത്തുന്നത്, അട്ടിമറിക്കുന്നത്, പണം ഉപയോഗിച്ച് സ്വാധീനിക്കുന്നത്, ഇതെല്ലാം സംസ്ഥാന പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല.